ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു വീടിൻ്റെ ഫുൾ പ്ലംബിംഗ് ആൻഡ് വയറിംഗ് വർക്ക് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് അവിടുത്തെ കിച്ചണാണ്. 3 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്, അതിൻ്റെ കിച്ചണും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് ചെയ്തത് സൗദിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിലൂടെ വരിക. അവിടെ 4 ഇഞ്ചും കാര്യങ്ങളൊക്കെ പുറത്തൊന്നും കാണൂല, ഒക്കെ ഉള്ളിലാണ് ഉണ്ടാവുക. പിന്നെ ഇത് AC പൈപ്പാണ്, PVC ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ കുടിവെള്ളവും കാര്യങ്ങളും ബാത്റൂം പൈപ്പും കാര്യങ്ങളൊക്കെ PPR ചെയ്തിട്ടുള്ളത്. PPR ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തതാണ്. നമ്മൾ ഡൈവേർട്ടറും കാര്യങ്ങളും വാഷ് ബേസിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഡൈവേർട്ടർ നമ്മൾ ഹെൽത്ത് ഹോസ്പിറ്റലിന് ഡൈവേർട്ടറും കൊടുക്കും, പിന്നെ ഷവറും കാര്യങ്ങളും. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നിലത്തുകൂടിയും സൈഡിൽ ഫില്ലറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിലത്തുകൂടെ പൈപ്പ് ഇറക്കിയിട്ടാണ് കൊണ്ടുപോകൽ. പിന്നെ ഇത് വയറിങ്ങിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചത്, വലിയ വീടായതുകൊണ്ട് തന്നെ കുറേ AC കാര്യങ്ങളൊക്കെ ഹാളിൽ അതിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും വരും. പിന്നെ സീലിംഗ് ജിപ്സം ചെയ്യും. അപ്പോൾ അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, സാധാ നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ തന്നെ. പിന്നെ ഇവിടെ നമ്മൾ ചേമ്പറും കാര്യങ്ങളൊക്കെ ചേമ്പർ വെച്ചിട്ടാണ് ചെയ്യുക പുറത്ത്. അപ്പോൾ അതിന് 6 ഇഞ്ചിൻ്റെ പൈപ്പും കാര്യങ്ങളും ഇട്ടുള്ളത്. പിന്നെ നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ AC വെള്ളം നേരെ പുറത്തേക്ക് തുളയ്ക്കല്ല, ഇത് ഉള്ളിൽ തന്നെ പൈപ്പ് അടിച്ചിറക്കിയിട്ട് അത് നേരെ ബാത്റൂമിലോ എവിടെയെങ്കിലും ട്രാപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൂട്ടുക ചെയ്യുക. പിന്നെ ഇത് ഹോളോബിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുള്ള കല്ലാണ്. ഇവിടെ കട്ടർ വെക്കൽ, ഞാൻ ഫസ്റ്റ് ഒരു ദിവസം കട്ടർ വെച്ച് നോക്കി. പിന്നെ കട്ടറിൻ്റെ ബ്ലേഡും പെട്ടെന്ന് കഴിയും, നമ്മളെ കൈയും വേദനിക്കും. അതുകൊണ്ട് പിന്നെ എല്ലാം പൊളിച്ചിട്ട് ഹാമറും വെട്ടിരുമ്പും വെച്ച് എല്ലാം പൊളിച്ചിട്ടാണ് നമ്മൾ ചെയ്യൽ. ഇത് TVൻ്റെ ബോക്സും കാര്യങ്ങളും. പിന്നെ ഇത് കിച്ചൻ്റെ മൊത്തത്തിൽ നമ്മളെ ഹീറ്ററും കാര്യങ്ങളും വാൽവ് മെയിൻ വാൽവ് ഒക്കെ ഉള്ളിൽ കൂടെ നമ്മൾ പടുവിൻ്റെ സമയത്ത് തന്നെ ഉള്ളിലൂടെ നമ്മൾ 2 ഇഞ്ച് പൈപ്പ് ഇട്ട് വെക്കും. അതിൻ്റെ ഉള്ളിലൂടെയാണ് മേലെന്ന് ടാങ്കിൽ നിന്ന് കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ഇറക്കുക. ഇത് പിന്നെ കിച്ചണിൽ നമ്മൾ ഡിഷും കാര്യങ്ങളും ചെയ്യാനുള്ളതും ഫിൽറ്റർ വെക്കാനുള്ളതും, അതാണ് ഒരുപാട് പോയിൻ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ ട്രാപ്പ് വെച്ചിട്ട് അങ്ങനെ ഇടും. ഈ കാണുന്നതാണ് ചേമ്പർ മൊത്തത്തിൽ എത്ര ബാത്റൂം ഉണ്ട് അതിനനുസരിച്ച് ചേമ്പർ വെച്ചിട്ട് നമ്മൾ മൊത്തം പൈപ്പ് അതിൽ കൂട്ടുക ചെയ്യുക. പിന്നെ ഇത് ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ കുഴിയും കാര്യങ്ങളൊന്നുമില്ല. ബലദിയൻ്റെ വലിയ പൈപ്പിലൂടെയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ അതൊക്കെ നമ്മൾ ചേമ്പർ റിട്ടേൺ വാൽവും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൂട്ടുക. ഇതൊക്കെ നമ്മളൊപ്പം വർക്ക് എടുക്കുന്ന കൂട്ടുകാരന്മാരാണ്. മൊത്തത്തിൽ വർക്ക് എടുത്ത പല സമയത്തുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇവർ UP-ക്കാർ, രാജസ്ഥാൻ, പാകിസ്ഥാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊരു മൊത്തം വർക്ക് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ മുതലേ എടുത്ത വീഡിയോസും കാര്യങ്ങളാണ്. ഇത് പിന്നെ ഒരു ഇസ്ത്ര എന്ന് പറയും, അതുകൊണ്ടാണ് 3 വാഷ് ബേസിനൊക്കെ ഒരുമിച്ച് വരുന്നത്. 3 വാഷ് ബേസിന് പിന്നെ അതിൻ്റെ മിറർ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ വാഷ് ബേസിൻ ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളും. നമ്മൾ പൈപ്പൊക്കെ മേലേക്ക് വെട്ടിയിടും. പിന്നെ ജിപ്സം ചെയ്തതിന് ശേഷം അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിക്കും. പിന്നെ ബാത്റൂം ഹീറ്റർ കാര്യങ്ങൾ. പിന്നെ വാഷ് ബേസിൻ്റെ അടിയിൽ നമ്മളൊരു പ്ലഗിന് പോയിൻ്റ് ഇടും. ഇതൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഹീറ്ററിനുള്ള തുളച്ചിട്ടാണ്. നമ്മളതിൻ്റെ ഒപ്പം തന്നെ മേലെന്ന് വരുന്ന വയറും പൈപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് അതിനെ വെട്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ. പിന്നെ നമ്മൾ സീറ്റ് വെക്കണ കാര്യങ്ങളതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സീറ്റ് ഭാവിയിൽ മീൻസ് സീറ്റ് വെക്കുമ്പോൾ ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ ചെയ്തിട്ടാണ്. പിന്നെ ഇത് നമ്മൾ താബുലൂൺ, ഇവിടെ DB നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണിത്. ഇതിന് ഒരുപാട് പൈപ്പ് നമ്മൾ മാക്സിമം എത്ര പൈപ്പ് ഇറക്കിടാൻ പറ്റും അത്ര പൈപ്പ് നമ്മൾ ഇറക്കിടുന്നത് നല്ലതാണ്. ഇത് പിന്നെ നമ്മൾ കേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള വെട്ടും കാര്യങ്ങളാണ്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ് സ്പീഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷ് ബേസിൻ്റെ തന്നെ 2 ഇസ്ത്ര ഉണ്ട്. ഒന്നിൽ 3 വാഷ് ബേസിനും ഒന്നിന് 2 വാഷ് ബേസിനും, അങ്ങനെ സെപ്പറേറ്റ് 3 നിലയുള്ള വീടായതുകൊണ്ട് മേലത്തെ നില അവർക്ക് വാടക കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ തേപ്പിന് ശേഷമുള്ളത്, കിച്ചണിൽ തേപ്പിന് ശേഷം ഉള്ള രൂപമാണിത്. നമ്മൾ പറഞ്ഞ പ്രകാരം നമ്മൾ ഡിഷിനുള്ള പോയിൻറ്റും
ഫിൽറ്ററിനുള്ള പോയിൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്, കറണ്ടും അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് പിന്നെ സീറ്റ് നമ്മൾ വാൾ മൗണ്ട് വെക്കുന്ന രീതിയാണ്. നമ്മൾ തറയുന്ന ടൈൽസിൻ്റെ ആൾക്കാർ നമുക്കൊരു മാർക്കിങ് തരും. അവിടുന്ന് ഒരു 35 സെൻറ്റിയാണ് നമ്മൾ ആ നെറ്റ് ബോൾട്ടിൻ്റെ പോയിന്റിൽ വെക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലും വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫിനിഷിങ് ഉണ്ടാവും. പിന്നെ ഇത് വലിയൊരു ബാത്റൂം ആയതുകൊണ്ട് തന്നെ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പോയിൻ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവേർട്ടർ, ഷവർ കാര്യങ്ങളും. പിന്നെ ആ ബാത്റൂമിൽ തന്നെ നമ്മൾ വാഷ് ബേസിനും വരുന്നുണ്ട്. പിന്നെ പുറത്തൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കാണുന്നത് വാട്ടർ പ്രൂഫാണ്. ഇവിടെ അജൽ എന്നാണ് പറയുന്നത്. വാട്ടർ പ്രൂഫ് മൊത്തത്തിൽ ഒരു ടാറ് പോലൊരു സംഭവമാണ്. അത് മൊത്തത്തിൽ ഉരുക്കിയിട്ട് ഗ്യാസ് വെച്ച് ചൂടാക്കിയിട്ടാണ് അത് അങ്ങനെ ഒട്ടിക്കൽ. അത് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യാറില്ല, രണ്ടാമത്തെ ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ, സെക്കൻഡും തേർഡും ഫ്ലോറിലൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യാറ്. പിന്നെ ഈ 4-5 പൈപ്പൊക്കെ നേരിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ട് ചേമ്പർക്കാണ്. ഈ നമ്മൾ വേസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ വൈകിട്ട് കൊണ്ടുപോയിക്കാണ്ട് സ്മെല്ല് വരാതെക്കാൻ പീ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരെ ചേമ്പർക്ക് കൂട്ടിയുള്ളത്. എന്നിട്ട് നേരെ നമ്മളൊരു ലാസ്റ്റ് ഒരു റിട്ടേൺ വാൽവ്, ഇൻ കേസ് ബലദിയ മീൻസ് ഇവിടുത്തെ നമ്മളെ ഈ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ വരെ പൈപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വരാതിരിക്കാനാണ് നമ്മൾ റിട്ടേൺ വാൽവ് അവിടെ വെക്കുന്നത്. എന്നിട്ട് നേരെ അവരെ ഇതിലേക്ക്, ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ അടിയിലോട്ട്, ഈ മാർക്കിങ്ങിൽ നിന്ന് ഇതിൻ്റെ അടിയിലോട്ട്, ഈ നെറ്റിൻ്റെ അടിയിലോട്ട് 35 സെൻറ്റി വെച്ച് കഴിഞ്ഞാൽ സീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കാണാൻ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇത് നമുക്ക് പടുത്ത് തേക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ലെവലിൽ പൊന്തിച്ചിട്ട് അതിൻ്റെ ഹെൽത്ത് ഹോസ്റ്റിനുള്ള ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വയറിങ്ങിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലെ ഇവിടെ പറഞ്ഞാൽ 2.5, 2.5, 4, 6 അങ്ങനെ മില്ലിൻ്റെ കണക്കാണ്. അപ്പോൾ നമ്മൾ എ സിക്കും കാര്യങ്ങളൊക്കെയാണ് വലിയ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എ സിക്ക് ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമ്മൾ ലൈറ്റിന് ഉപയോഗിക്കില്ല. അത്രയും ഡിഫറെൻ്റ് ഉണ്ട്. ഒരു വയറിൻ്റെ ചെമ്പനെ എടുത്ത് നോക്കിയാൽ അത്ര ഡിഫറെൻ്റ് ഉണ്ട്. 500 മീറ്ററിൻ്റെ ഓരോ കെട്ടുകളാണ് ഇവിടെ വരിക. പിന്നെ ഈ താബുലൂൺ എന്ന് പറയുന്നത് ഇത് നമ്മളെ DB ഡിസ്ട്രിബ്യൂഷൻ, ഇത് താബുലൂണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇവിടുത്തെ പഴയ 2 കറണ്ട് ഉണ്ട്, ഒന്ന് പുതിയതും ഒന്ന് പഴയതും. ആ പഴയത് 120, 130 വോൾട്ടാണ് വരിക. അപ്പോൾ അത് രണ്ട് ഫേസ് കൊടുത്താലാണ് ലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. പുതിയത് 220 നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ ചെയ്താൽ മതി. പഴയതാകുമ്പോൾ 2 2 ഫേസിൽ, ഇപ്പോൾ റെഡ് RYBയിലാണെങ്കിൽ റെഡും യെല്ലോവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യുക. ന്യൂട്രൻ്റെ ആവശ്യം അവിടെ ഇല്ല. പുതിയതിൽ നമുക്ക് ന്യൂട്രൻ്റെ ആവശ്യമുണ്ട്. അത് പുതിയ ആൾക്കാരാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് കറണ്ടിലുള്ളത്. പിന്നെ താബുലൂൺ വെച്ചിട്ട് നമ്മൾ ന്യൂട്രൽ ഇല്ലാത്തടത്ത്, ന്യൂട്രൻ്റെ ആവശ്യം ഉള്ളിടത്ത് നമ്മൾ ന്യൂട്രൽ ബാറിൽ കൊടുക്കും. ന്യൂട്രൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾ നേരെ ബ്രേക്കറിലാണ് കൊടുക്കുക. കാരണം ഇൻ കേസ് രണ്ടിലും കറണ്ട് വരുന്നതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ട് 2 ബ്രേക്കർ ആക്കിയിട്ട് കൊടുക്കും. നമ്മൾ സാധാരണ ഈ ഐസൊലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കണ ആ ഒരു രീതിയിൽ അങ്ങനെ കൊടുക്കും. പിന്നെ ഇത് 150 ആംബിയർ, 100 ആംബിയർ നമുക്ക് ലോഡ് എത്ര വരുന്നത് അനുസരിച്ചിട്ടാണ് വെക്കൽ. ഇനിയിപ്പോൾ പുറത്ത് ബലദിയൻ്റെ ഈ നമ്മളെ KCB പോലത്തെ ഒരു ഇത് വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ 150 വെക്കുകയാണെങ്കിൽ ഒരു പുറത്ത് 200 വെക്കുക. അത് നമ്മൾ പറഞ്ഞിട്ട് വെപ്പിക്കണം. കാരണം ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഓവർ ലോഡ് എടുക്കുന്ന സംഭവമാകുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാങ്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് ഓർഡർ ചെയ്യുന്ന ടാങ്കുകളാണ്. അപ്പോൾ ഒരു നേരിട്ട് നമ്മളെ വീട്ടിൽ എത്ര നിലയുള്ള വീടാണോ റൂമാണോ അതിൻ്റെ മേലേക്ക് ഓരോ ക്രെയിൻ കൊണ്ട് ഇങ്ങനെ വെച്ച് തരും. അതുകൊണ്ട് നമുക്കും സുഖമാണ്. നമ്മൾ നാട്ടിലൊക്കെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് മറ്റേ കയറും ഇതൊക്കെ ഇട്ട് കെട്ടി വലിച്ചിട്ടാണ് കൊണ്ടുപോകല്. അപ്പോൾ ഇത് നമുക്ക് സുഖമാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഫിനിഷിങ് വർക്കാണ്. ഫിനിഷിങ് പറഞ്ഞാൽ സ്ട്രിപ്പും ലൈറ്റും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഒരുപാട് നമുക്ക് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറെക്കുറെ വർക്ക് നമ്മളിത് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ഇതിൽ തന്നെ ഒരുപാട് പോയിൻറ്റും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും മൊത്തത്തിൽ നല്ല കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളും. ഇനിയിപ്പോൾ വാളിൽ ലൈറ്റ് വരാണ്ട്, സൈഡ് ലൈറ്റുകൾ വരാണ്ട്, സ്ട്രിപ്പ് അങ്ങനെയൊക്കെ. പിന്നെ ഈ ടാങ്കിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ 3 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് PPR. ഇത് ഇന്നേ വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല, 3 ഇഞ്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മെഷീന് കമ്പനിയിൽ ഞങ്ങൾ തെഹ്വീർ എന്ന കമ്പനീൻ്റെ പൈപ്പ് ഞങ്ങൾ യൂസ് ചെയ്യൽ.
കമ്പനീൻ്റെ ആൾക്കാർ ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ തന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ സാധാരണ ചെയ്യൽ വാൽവ് ആദ്യം വെച്ചിട്ട് പിന്നെയാണ് എയർ കൊടുക്കാറ്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ പൂട്ടിയിട്ട് ചെയ്യാൻ. അപ്പോൾ ഇവരെ കമ്പനിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു, ഓർക്ക് പ്രഷർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ, വാട്ടർ നമ്മൾ ടാങ്കിൽ ഫില്ല് ചെയ്തിട്ട് പ്രഷർ വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എയർ കൊടുക്കണം, അതിന് ശേഷം വാൽവ് കൊടുക്കുക, അങ്ങനെ പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ ഈ 2 ബിൽഡിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ മേലത്തെ റൂം അവർക്ക് വാടക കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് ടാങ്ക് സെപ്പറേറ്റും താഴത്തത് മൊത്തത്തിൽ ഒരുമിച്ചാക്കിയിട്ടും അങ്ങനെയാണ് ചെയ്തുള്ളത്. അപ്പോൾ പിന്നെ ഈ പൈപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഭയങ്കര എയറിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതിന് നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യണ സമയത്ത് നമ്മൾ വാൽവൊക്കെ തുറന്നിട്ടിട്ട്, നമ്മൾ ബാത്റൂം ആണെങ്കിൽ ബാത്റൂം മൊത്തത്തിൽ ടാപ്പും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ആ എയർ അങ്ങനെ പോകും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വാൽവ് ഓഫാക്കി ഓണാക്കി അങ്ങനെ കുറച്ച് വർക്ക് എടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വല്ലാതെ അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഇങ്ങനത്തെ ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു 3 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ നേരിട്ട് കൊടുത്തിട്ട് താഴത്തേക്ക് കൂട്ടാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവരെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് 3 ഇഞ്ചിൻ്റെ MT ഇത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു. കാരണം 3 ഇഞ്ചൊക്കെ നമ്മൾ തള്ളി ഇതൊക്കെ പൈപ്പ് റേഞ്ചൊക്കെ വലിയ പൈപ്പ് റേഞ്ചും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇതാണ് നമ്മളെ ചൂടാക്കണ നമ്മളെ കയ്യിലുള്ള മെഷീൻ. ഇത് ചെറിയ മെഷീനാണ്. നമുക്ക് 1 ഇഞ്ച് 2 ഇഞ്ച് വരെ നമുക്ക് ചൂടാക്കാൻ പറ്റും. 3 ഇഞ്ച് ചൂടാക്കണമെങ്കിൽ പിന്നെ വലിയ മെഷീൻ വേണം. അത് ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. PPR ആണ് പൈപ്പ്. തെഹ്വീൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ ഈ നിലത്തുനിന്ന് പൊന്തണ പൈപ്പൊക്കെ നമ്മൾ ടൈല് ചെയ്യണതിന് മുമ്പ് സൈഡിൽ കൂടിയും സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഒരേ രീതിയിൽ വെക്കും. എന്നിട്ട് അതിന് ശേഷമാണ് ഒരു ടൈല് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. പിന്നെ നമ്മൾ ഹവാമ വെച്ചിട്ടാണ് ചെയ്യുക. കാരണം ഹവാമ മീൻസ് ഓട്ടോമാറ്റിക്. നമ്മളിപ്പോൾ നാട്ടിലും മൊത്തത്തിൽ ഓട്ടോമാറ്റിക്കാണ്. ഇവിടെ പിന്നെ അത്ര താഴെ നിലയിലുള്ളതുകൊണ്ട് താഴേന്ന് വെള്ളം കയറേണ്ടതായതുകൊണ്ട് മോട്ടറിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊന്നും ആരും നോക്കില്ല. ഫുൾ ടൈം ഓട്ടോമാറ്റിക് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യൽ. ഇതാണ് നമ്മൾ ചൂടാക്കി കയറ്റുന്ന സംവിധാനം. നമ്മുടെ നാട്ടിൽ ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് പഠിച്ചത്. അപ്പോൾ ഇത്രക്കൊക്കെയാണ് നമ്മളെ വീഡിയോസ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ കമൻറ്റുകൾ എന്തായാലും വേണം. കാരണം ഇതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അറിഞ്ഞിരിക്കാനേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. പിന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. तेनू इतना मैं प्यार करां, एक पल विच साबार करां। तू जावे जे मैनू छड़ के, मौत दा इंतजार करां। कि तेरे लिए दुनिया छोड़ दी है, तुझ पे ही सांस आके रुके। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके। तेरे लिए दुनिया छोड़ दी है, तुझ पे ही सांस आके रुके। मैं तुझको कितना चाहता हूँ ये तू कभी सोच ना सके।